ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഡ്രീം ഹൗസിലെ സൈബ, അതെ, നമ്മുടെ വീട് പണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചുതരാം. അതേപോലെ തന്നെ ഇമ്മക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. വീട് പണി കഴിഞ്ഞിട്ട് സൈബ മോൾക്കും അതെ കാണിച്ചതാ. അപ്പൊ സൈബക്കും എല്ലാവർക്കും കാണിച്ചുതരാം. ടൈലിട്ട് പെയിന്റിങ്ങിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഇനി പണികളൊന്നും ഇല്ല, ഇനി ഫർണിച്ചറൊക്കെ ഇട്ട് കേട്ടാണ്. എന്തായാലും നിങ്ങൾക്ക് കാണിച്ചുതരാം. ഉമ്മയും കണ്ടിട്ടില്ല, സൈബയും കണ്ടിട്ടില്ല, അത് ഫിനിഷ് ആയിട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതാ അമ്മ ഫ്രണ്ടിലെ ഭാഗം ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ ഇട്ട വണ്ടി കൊണ്ടത്. എങ്ങനെയുണ്ട് ഉമ്മ? മാഷാ അല്ലാഹ്, അടിപൊളിയായില്ലേ? കുറച്ചും കൂടി ഭാഗം പെയിന്റ് അടിച്ചപ്പോഴാണ് വീടായത്. അതെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ ഇതാ പുറത്തത്തെ ഭാഗം ഇപ്പൊ പുട്ടിട്ടതല്ലേ അമ്മ? പുട്ടിട്ട് കഴിഞ്ഞതാണ്. ഇനി പെയിന്റിങ് വരാണ്ട് ഇവിടെ. ഉള്ളിലേക്ക് കാണിച്ചു തരാം. ഉള്ളിലേക്ക് പോവല്ലേ? പൊട്ടിയല്ല ഇട്ടത് പെയിന്റിങ്. വർത്തനൊക്കെ പറഞ്ഞ ആളന്നെ. ചളി അല്ല ഇവിടെ പാർക്കണ വരെ ഇവിടെ ഒരു പണിക്കാരൻ ഉണ്ട്. പാർത്ത് കഴിഞ്ഞാൽ ഞാനാണ് തുറക്കാണ്ടാവുക. എന്തായാലും ഷൂ അയച്ചിട്ട് കയറല്ലേ, അല്ലെങ്കിൽ ചിലപ്പോ ഉള്ളിലുള്ള ആള് ചിലപ്പോ ചീത്ത പറയും. അപ്പൊ ഇതാ ഇത് ചെറിയൊരു നമ്മുടെ ലിവിങ് ഏരിയ, ഡെനി ഹാളും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അമ്മ നമ്മളെ മുമ്പത്തെ വീഡിയോയിലല്ലേ? ആദ്യത്തെ. പക്ഷെ അത് എൻറ്റയർലി മാറി. എന്താണ് സൈബ ഇവിടെ? ഇവിടെ കുറച്ച് ചെടികളൊക്കെ വെക്കണം അതിന്റെ ഉള്ളിൽ. നമ്മൾ ഉദ്ദേശിച്ചതല്ല, ഒരു ചെറിയൊരു ബെഡ് ഇട്ടിട്ട് അന്ന അവിടെ ആക്കിയാലോ എന്ന് ആലോചിക്കുന്നു. അപ്പൊ നമ്മുടെ വീഡിയോയില് ഈ ടൈല് ഇട്ടിട്ട് കാണിച്ചു തന്നിട്ടില്ല നിങ്ങൾക്ക്. ടൈല് നമ്മൾ ഇട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താ അറിയോ? നമ്മുടെ ഈ ടൈലൊക്കെ ഇവിടെ വാ, അടുക്കളന്റെ ഭാഗം കാണിച്ചതാ. ഇവിടെ ഇപ്പൊ പണിക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ക്ലീൻ ആക്കലുണ്ട് ഇല്ലപ്പാ? എന്തായി ഇവര് തുടങ്ങിയ പെയിന്റിംഗുകാർ തുടങ്ങിയ? ആ റൂം തുടങ്ങിയ അടിച്ചില്ലേ? അതിന്റെ മുന്നേ വേറൊരു സാധനം കാണിച്ചില്ല. ഇവിടെ വാ, നമ്മുടെ ഈ കണ്ടില്ലേ നിങ്ങള്, ഈ ഒരു ടൈല് കാര്യങ്ങളൊക്കെ ഇത് ഒട്ടിച്ചത് നല്ല കിടിലൻ ഗമ്മായിട്ടാണ്. അതർബോണ്ട് എന്നിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ശരിക്കും അതിന്റെ ഒരു സംഭവം ഒട്ടിക്കുന്ന ടൈമിലുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ തരാം. അത് നോക്കി നിങ്ങള്. അപ്പൊ എന്റെ ബാത്റൂമിന്റെ പണി നടക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ടൈൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നല്ലേ നമ്മളവിടെ അല്ലേ മറ്റേ വീഡിയോയിലല്ലേ ടൈലിന്റെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ആ ഒരു ഡിസൈൻ തന്നെ ആക്കി എന്റെ ബാത്റൂം. അപ്പൊ ഗമ്മ് തേച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ബാത്റൂം അടിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇവിടെ ടൈലൊട്ടിക്കണം. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയുണ്ട് ഈ ഒരു ഗമ്മ്? അടിപൊളിയല്ലേ? അതായത് നമ്മൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല് കൂടുതൽ കവറേജ് കിട്ടും. അതായത് ഇപ്പൊ നമുക്കൊരു 20 ചാക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ റഷ്യ ഒരു 17 ചാക്കിലൊക്കെ 17 ചാക്ക് മതി. അതായത് മറ്റുള്ള ബ്രാൻഡുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 20 ചാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 17 ചാക്കോളം മതി. അതർബോണ്ടിലാണ്. കാരണം അത്രയും ഗമ്മ് ഒട്ടിപ്പിടിക്കും എന്നാണ് പറഞ്ഞത്. അത്രയും യൂസേജ് പെട്ടെന്ന് ഒട്ടുന്നുണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ കയ്യിലൊക്കെ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്കത് പെട്ടെന്ന് പോകണ്ടല്ലേ? പണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഓർക്കും കൂടാണ്. അതേപോലെ തന്നെ നമ്മൾ ആസ് എ കസ്റ്റമർ, ആസ് എ വീടുണ്ടാക്കുന്ന ആൾക്കാർക്ക് പൈസക്കും ലാഭമാണ്. നമ്മള് ടൈലൊട്ടിക്കണതാണ് ഇതാക്കിയിട്ടുള്ളത്. ഈ ടൈലൊട്ടിക്കുന്ന സാധനത്തിൽ തന്നെ അവര് ക്ലെയിം ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതുകൊണ്ട് തന്നെ സ്റ്റോൺ ഒട്ടിക്കാന്ന് പറഞ്ഞു. ആണല്ലേ? ഇതേ ക്വാളിറ്റിയിലുള്ള ഈ സാധനം കൊണ്ട് തന്നെ സ്റ്റോൺ ഒട്ടിക്കുക. അത്രയും പവറുള്ള സാധനമാണ്. അത്രയും ഒട്ടുന്നുണ്ട് നന്നായിട്ടല്ലേ? അപ്പൊ നമുക്ക് നല്ല പ്രൈസും ആണ് അത്. അഫോർഡബിൾ പ്രൈസ് ആണ്. ഓൾ കേരള അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ അതേമാതിരി തന്നെ ഉണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ ഒരു വീട്ടില് ഈ പണികൾ ടൈലിന്റെ വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ഗമ്മ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള സാമ്പിൾ സാധനം അവര് തരും കേട്ടോ. അതായത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭാഗ്യപരീക്ഷണം ചെയ്യണം എന്നല്ല പറയുന്നത്. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, ഇതിന്റെ പവർ അറിഞ്ഞിട്ട് നിങ്ങൾ എടുത്താൽ മതി. അപ്പൊ നമ്മളിതാ ഈ ഇത്രയും വലിയൊരു പീസാട്ടോ നിങ്ങൾക്ക് ഇപ്പൊ വെച്ച് കാണിക്കുന്ന ലാസ്റ്റ് ഭാഗത്തുള്ള പീസാണ്. ഇതാ നമ്മൾ അതർബോർഡിൽ ഗമ്മിട്ടോ ഇതൊട്ടിച്ച് നേരെ നമ്മള് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഇത് തേച്ചിട്ട് നേരെ കൊണ്ടുപോയി ഒട്ടിക്കും. എന്താ എനിക്ക് ഇടക്കിടക്ക് മാറിപ്പോകുന്നുണ്ടല്ലോ. എങ്ങനെയുണ്ട് ഗമ്മ്? അടിപൊളിയാ?
എന്താണ് നിങ്ങൾക്ക് ബാക്കിയുള്ള ഗമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇല്ല ഇത് കുറച്ചൊരു നമുക്ക് വേറൊരു ഗുണപാടുണ്ട്. കൈമലൊക്കെ ആയി കഴിഞ്ഞാൽ പോകാനൊക്കെ കുറച്ച് എളുപ്പമാണ്. പിന്നെ ഒട്ടാനും നല്ല പവറാണ്, നല്ല സെറ്റിംഗ് പവറാണ്. വർക്കേഴ്സിന്റെ റിവ്യൂന്നെ കിട്ടിയത് ഇത് പറഞ്ഞു പറയിപ്പിച്ച സാധനമല്ല, കറക്റ്റ് ജനുവിനായിട്ട് ചോദിച്ചിട്ട് അറിയുന്നതാണ്. അതെ. ഇവരില്ലേ ശരിക്ക് മറ്റുള്ള ആൾക്കാർക്ക് സാമ്പിൾ കൊടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, വീട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ പരീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സാമ്പിളായിട്ട് കൊടുക്കും. അത് നല്ലൊരു ഓപ്ഷൻ അല്ലേ അല്ലേ? അല്ല സാധനം അവിടെ ഒട്ടിട്ടോ അല്ലേ? അത്ര സിമ്പിളായിട്ട് ഒട്ടി. നിങ്ങളോട് പറയാനുള്ള എന്താന്ന് പറഞ്ഞാൽ, ഇനി പണി എടുക്കുന്ന ആൾക്കാർ, അതായത് ടൈലിന്റെ പണി, വീട് പണിയൊക്കെ നടക്കുമ്പോൾ ടൈലിന്റെ പണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗമ്മ് വേണമെന്നുണ്ടെങ്കിൽ അതർബോർഡ് തന്നെ ആക്കാൻ നിങ്ങൾക്ക്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ സാമ്പിൾ നമ്പറും ഗമ്മ് മാത്രമല്ല അപ്പോക്സി ആണെന്നുണ്ടെങ്കിലും ഇവരെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ അതർബോർഡ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കുക. അതേപോലെ തന്നെ അവർക്ക് തിരൂര്, ചെമ്മാട് ഇങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ അവർക്ക് ഓഫീസുകൾ ഉണ്ട് അല്ലെ, ഷോപ്പുകൾ അല്ലെ, ഷോപ്പുണ്ട്. അതേപോലെ തന്നെ ഓൾ കേരള നിങ്ങൾക്ക് എവിടെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഒരു കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് തരും. അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് പെയിന്റിങ് ചെയ്തത് ഈ റൂമാന്നാ പറഞ്ഞത്. നമ്മളെ വേറൊരു കാര്യമുണ്ട്, താഴത്തും എൻ്റെ റൂം കാണിക്കുക, അവിടേക്ക് വെയിറ്റ് ചെയ്യും. ഇത് നിങ്ങൾ കണ്ടില്ലേ, അതായത് ഫുള്ള് നമ്മൾ വൈറ്റിന്റെ പരിപാടി എന്താ പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയില്ലേ റഷ്യ, വീഡിയോയിൽ ഇതാവാൻ വേണ്ടി. ആ ലൈറ്റ് വരുമ്പോഴേ വെളിച്ചം വരുള്ളൂ അല്ലേ? ഈ റൂമിൽ പിന്നെ ഇഷ്ടംപോലെ വെളിച്ചം, അത് കണ്ടില്ല നിങ്ങള്? ഇതില് വെളിച്ചല്ല, അല്ല പുറത്ത് കാണിച്ചു കൊടുക്ക്, ഇവിടെ ഗ്ലാസ് ഉള്ളതിനെ കൊണ്ട്. അത് മഴക്കാറുള്ളതുകൊണ്ടാ, നല്ല വെളിച്ചാ വെയിലുള്ള ദിവസം. വെയിലുള്ള പുറത്ത്. അതെ, നമ്മള് വീഡിയോ എടുക്കുമ്പോ, ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോ ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ എപ്പോഴാണ് മഴക്കാറുണ്ടാവൂലേ അമ്മ? നല്ല വെയില്, ഞങ്ങൾ നാളെ വന്നപ്പോ നല്ല വെയില്. പിന്നെ അമ്മ നിങ്ങളെ റൂമിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? റൂമിനെ കുറിച്ച് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. എന്തെങ്കിലും ആയി കിട്ടിയില്ലേ? കുറച്ചായാലും ഇപ്പൊ പാത്രം കയ്യിൽ കൊടുത്ത് ഇങ്ങനെ മാറി കളിക്കുന്നു. ഇപ്പൊ വീട് സെറ്റ് ആയല്ലോ. അതെ, അതേപോലെ തന്നെ നമുക്ക് ഇതാ ഇവിടെ ഫർണിച്ചറും അതിന്റെയൊക്കെ പണികളുള്ളൂ, ബാക്കി കഴിഞ്ഞില്ലേ? എല്ലാ ആൾക്കും നനച്ചുളി പണിക്ക് പണി ഉണ്ടാവുള്ളൂ. എനിക്കതല്ലത്, വീട് മാറുമ്പോ ഇത് മൊത്തം ഇതാക്കിയിട്ട് പൊടി തട്ടലും നന്നാക്കലും തന്നെ പണി. ഇനി എനിക്ക് അർജന്റായി നിങ്ങളെ കാണിച്ചു തരേണ്ട എന്റെ റൂം കേട്ടോ. സൈബന്റെ കിഡ്സ് റൂം. അവിടെ ഞാൻ ഒരു സാധനം സൈബൊക്കെ ഒരു ഡബിൾ ഡെക്കർ ആയിട്ടുള്ള സൈബന്റെ ഭയങ്കര ആഗ്രഹമാണ് ആ കട്ടിൽ കിടക്കണത്. അതുകൊണ്ട് സൈബൊക്കെ ഞാൻ ഡബിൾ ഡെക്കർ അവിടെ സെറ്റ് ചെയ്യണേ അല്ലേ സൈബ? ഇതാണ് സൈബന്റെ റൂം കേട്ടോ. അവിടെ ഫുള്ള് ഇപ്പൊ ഇതാക്കിയിട്ടൊരു വെള്ളമാണ്. ഇവിടെ വാ, നമുക്ക് എന്റെ റൂമിലേക്ക് പോവാം. വരൂ ഇപ്പൊ ഒന്ന് സൈഡ് വരും. ഇപ്പൊ വാ ഉമ്മ വരി, എന്റെ റൂം കാണിച്ചത് നിങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മളൊരു സ്റ്റുഡിയോ സെറ്റപ്പ്, അതായത് ഇങ്ങനെ എഡിറ്റിങ്ങിനും കാര്യത്തിനൊക്കെ ഒരു വർക്ക് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇത് കേട്ടോ, ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ റഷ്യ? അപ്പൊ ഇത് കാരണം വർക്കിന്റെ കാര്യങ്ങൾ നമ്മളിങ്ങനെ അത് കാണിച്ചതാ. ഇവിടെ വാ സൈബ. അപ്പൊ ഈ വർക്കിന്റെ കാര്യങ്ങൾ നമ്മൾ ആ വർക്കിന്റെ സ്പേസിൽ ഇരുന്നതാക്കുമ്പോ കുറച്ചുകൂടി ചെയ്യാനുള്ള ഒരു ഇത് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ അല്ലെ സൈബ, നമ്മുടെ ഈ വീഡിയോന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആയത് ഈ ഒരു വീട്ടിൽ ഇരുന്നിട്ടാണ് അല്ലേ? ഈ വീട്ടിലുള്ള ടൈമില് സൈബതാ ഇത്ര ഉള്ളായിരുന്നേ അല്ലേ അമ്മ? കിഞ്ഞുമണിയായിരുന്നു, കിഞ്ഞുമണി. 4 വയസ്സില്. ഒരു വയസ്സാകുമ്പോഴാണ് ഈ വീട്ടിലേക്ക് വന്നത്. ഒരു വയസ്സുള്ളപ്പോഴാണ് ഈ വീട്ടിലേക്ക് വന്നത്. എത്ര വയസ്സിലാണ് ഇവിടുന്ന് പോണേ? വീഡിയോ 5 വയസ്സാകുമ്പോ വീഡിയോ തുടങ്ങുന്നത് 3 വയസ്സുള്ളപ്പോഴാണ്. അവള് ശരിക്കും വീഡിയോയിലേക്ക് കൊണ്ട് വരാൻ തുടങ്ങിയത് 4 വയസ്സായപ്പോ. അതെ, അപ്പതാ ഇത്ര ഉള്ളായിരുന്നു. ഇതാ ഇത്ര മൊത്തത്തിൽ ഇത്ര. അതാ ഇത്ര ഉള്ളായിരുന്നു. ഇത്ര എളുപ്പമുള്ളായിരുന്നു മൊത്തത്തില്. ആ കിഞ്ഞിക്ക സാധനമാണ് ഇപ്പൊ ഇവിടെ വലിയ സാധനമായത്. ഇപ്പൊ ഒറ്റക്ക് റൂം അത് വരെ ആയി ഓൾക്ക് അല്ലേ? ഒക്കെ പിങ്ക്, ബാത്റൂം പിങ്ക് വേണോ? ബാത്റൂം പിങ്ക് ആണോ? ബാത്റൂം പിങ്ക് സൈബന്റെ പിങ്ക് റൂം. ഇത് കാണിച്ചിട്ടില്ലല്ലോ, തിരുമ്പാൻ അലക്കാനുള്ള സ്ഥലം. അലക്കാനുള്ള സ്ഥലമൊക്കെ അവിടെ ഉണ്ട്. അതേ കാറ്റ് കൊള്ളാനുള്ള സ്ഥലം ഞങ്ങക്ക്. ഇതാണ് എന്റെ റൂം. ഹായ്, ഇവിടെ ഞാനൊരു സോഫ ഒക്കെ ഇടും ഈ ഭാഗത്ത്.
സോഫ അല്ല, ചെറിയൊരു രണ്ട് സോഫ പോലത്തെ ഒറ്റൊരു സോഫ, ഒരു ഇതും അവിടെ അല്ല, ഒറ്റൊന്നല്ലമ്മ, രണ്ട് സോഫ. ഒറ്റത് രണ്ടും ഇടാ, അല്ലെങ്കിൽ ഒന്നും ഇടാ, ഒരു ചെയർ ഇടാ, ചെറിയൊരു ടീപ്പ് പോലെ. അതിലിരുന്ന് ഞാൻ ചിന്തകളെ അയവിറക്കും. പിന്നെ ഇവിടെ ഒരു ചെടി വെക്കും, അല്ലേ? കറക്റ്റ് അല്ലേ? പിന്നെ ഇവിടുന്ന് ആരെങ്കിലും എന്നങ്ങനെ നോക്കുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാട്ടോ, കമന്റിൽ പറഞ്ഞു തരാട്ടോ, വേറെ എന്തെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ബെഡ് വരും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പേസ് ഏതാ അറിയോ? ബാത്റൂം. എന്റെ ഇഷ്ട മുറി അത് മാറ്റിയെടുക്കണം. അങ്ങനെ ഇഷ്ടമുള്ള പ്രൈസ് മാറ്റിയെടുക്കണം. ഇമ്മ എന്തിനാണ് ഇതൊക്കെ? അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ല, അവർക്ക് ഇഷ്ടമുള്ള. ബാത്റൂമിൽ നിൽക്കുന്നത് നല്ല സ്വഭാവക്കാരല്ല എന്നാ പറഞ്ഞേ. ആണോ? അല്ല, അല്ലെങ്കിൽ നമ്മളത് അത്ര നല്ല സ്വഭാവമാണെന്നല്ലല്ലോ. പിശാചിന്റെ സ്വഭാവമാണ് ബാത്റൂമിൽ ചെലവഴിക്കണേ. പക്ഷെ ഞാൻ ബാത്റൂമിൽ റൂമിലാണല്ലോ ചെലവഴിക്കുന്നത്. അപ്പൊ ഇത് കണ്ടില്ലേ? മറ്റേ അതുകൊണ്ട് ഒട്ടിക്കുന്ന വീഡിയോ കാണിച്ചത് ഈ റൂമിൽ അതാ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗം കേട്ടോ. എങ്ങനെയുണ്ട് ഇത്? ഇവർക്ക് ആർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറയും. റാഷിന്റെ റൂമിലത്തെ ഞാൻ കാണിച്ചുതരാം. റാഷിന്റെ ഇപ്പന്റെ റൂമൊക്കെ സെയിം തന്നെയാണ്. ഓരോ നല്ല ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ്. ഞാൻ മാറ്റ് ഫിനിഷ് ടൈപ്പിലാണ് ഞാൻ ഇതാക്കിയിട്ടുള്ളത്. സൈബിന്റെ ഗ്ലേസിംഗ്. ഇവർക്കൊക്കെ തിളങ്ങണെ കണ്ടാലേ ഇഷ്ടപ്പെടുള്ളൂ എന്നാണ്. അല്ലമ്മ? സൈബ് അവിടെ പോയി. സൈബ് അവിടെ കയറി വിളിച്ചത്. ഇത് സിങ്കിനെ പേടിച്ചായിരിക്കണ സ്ഥലം. ശരി. അതുപോലെ തന്നെ ഇതാ മോളിന്ന് പണ്ട് ഇവിടുന്നാണ് പണ്ട് വീഡിയോ ചെയ്തിരുന്നത് ഞങ്ങള്, അല്ലേ? ഇവിടെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അവിടെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അതിലേക്ക് കേറിട്ട് ഇവിടെ മോളിന്ന് എങ്ങനെ അതാ അതെ. അതിന്റെ ബാക്കിൽ അതെന്നുണ്ടെങ്കിൽ ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ, ബാക്കിൽ പച്ചപ്പ് തോന്നാൻ വേണ്ടിട്ട്. അത് ഒരു വെട്ടിക്കളഞ്ഞ് അങ്ങനെ പുറത്തേക്ക് നോക്കിയാ ഇവിടെ ഒരു ഇത് ഇടണം. അല്ല, ഇവിടെ നമുക്കൊരു പുല്ലിന്റെ സംഭവം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളൊന്ന് പറയണം, എന്റെ ബാത്റൂമിന്റെ ആ ഒരു ടൈലാണോ നിങ്ങൾക്ക് ഇഷ്ടമായത്, അല്ലെങ്കിൽ ഉമ്മന്റെ ഒക്കെ ബാത്റൂമിലത്താണോന്ന് ഞാൻ വേണമെങ്കിൽ കാണിച്ചുതരാം. നിങ്ങൾക്ക് ഉമ്മന്റെ ഒക്കെ റൂമിലത്തെ കാണിച്ചുതരാം, റാഷിന്റെ റൂമിലത്തെ കാണിച്ചുതരും ചെയ്യാം. ഇവിടെ ചെടി വെക്കാനാക്കുകയാണോ നല്ലത്? ഇരിക്കാനുള്ള ഇവിടെ നമുക്ക് ചെടി വെക്കാല്ലോ, ഇരിക്കാനുള്ള ആക്കിയാൽ ഇവിടെ വന്ന് വെറുതെ ഇരിക്കുമ്പോ പ്രത്യേക ഒരു ചെയർ ഇടാനുള്ള ഗ്യാപ്പ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇവിടെ ഇരിക്കാനേ നല്ലതല്ലേ? കുഷ്യൻ മാത്രം ഇട്ടാൽ മതി, കുഷ്യൻ ചെയ്ത് വെച്ചാൽ മതി, മാർബിൾ വേണ്ട. അതെ, കുഷ്യൻ റക്സിന്റെ കുഷ്യൻ ആവുമ്പോ മഴവെള്ളം ആയാലും കുഴപ്പമില്ല പുറത്തിടുമ്പോ. അപ്പൊ അത് കാണിച്ചുതരാം. ബാത്റൂം റാഷിന്റെ റൂം അത് സ്പേസ് ആട്ടോ, അത് ഞാൻ കാര്യം സമ്മതിച്ച്. ഇതാണ് ഓന്റെ ടൈല്, ഓന്റെ ബാത്റൂം. അത് കാണുമ്പോ അടിപൊളിയായിരിക്കും, പക്ഷെ ലൈറ്റ് വന്നാൽ ഇന്റർനെറ്റ് അടിപൊളി. അപ്പൊ ഇനി ആകെയുള്ള പണി ഫർണിച്ചർ, കർട്ടന്, അതേപോലെ തന്നെ നമ്മുടെ ഈ പുറത്ത് ലാൻഡ്സ്കേപ്പിംഗ്, ചെടികളും മറ്റെന്താ പറയാ അല്ലേ മുറ്റത്തെ ഇന്റർലോക്ക് ചെയ്യാനുള്ള സംഭവങ്ങളും ഒക്കെയാണ് ഉള്ളത്. അപ്പൊ ഇതിന് പറ്റിയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് മെയിൽ ചെയ്യാം. മെയിൽ ID താഴത്ത് കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക, അല്ലേ റഷ്യ? അപ്പോൾ താഴത്ത് റോഷൻസ് വ്ലോഗ് ഇൻസ്റ്റാഗ്രാമിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ ID-യിലോ മെയിൽ അയച്ചാൽ മതി. അങ്ങനെ നല്ല ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാം, അല്ലേ? മറ്റേ ആൾക്കാരുണ്ടെങ്കിൽ നല്ല ആൾക്കാരൊന്നും എന്താണില്ല സീബ എന്താണ് അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അല്ലേ നിങ്ങൾക്ക് വീടിന്റെ അതെ താഴത്ത് കാണിച്ചു കൊടുക്കുക. അതെ, പക്ഷെ രസമുണ്ടല്ലേ റഷ്യ? പുറത്തൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് നല്ല രസമായി സംഭവം. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ അങ്ങനെ ഇതിന് പറ്റിയ ആൾക്കാരൊക്കെ 6 മാസമായി ഇപ്പൊ ഇതിന്റെ പിന്നാലെ. മെയിൽ തുടങ്ങിയത് നമ്മൾ ബാക്കിയുള്ള പണികള്. അതെ, നമ്മൾ കുറച്ചു കാലം വയനാട്ടിലായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത് ഇതിന്റെ പണികളൊക്കെ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഇനി കുറച്ച് ഇതിന്റെ അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ കാണിച്ചു തരണ്ട് അല്ലേ അമ്മ? അപ്പൊ എന്തായാലും നിങ്ങൾ കാണിച്ചതാണ് ഇപ്പൊ എങ്ങനെയായി എന്നുള്ളത്. അതേപോലെ തന്നെ ഉമ്മനെ ഒന്ന് കൊണ്ടുവന്ന്, ഉമ്മ വീട്ടിലാണല്ലോ, അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്താണ്. സൈബമോൾക്കും കാണിച്ചു കൊടുത്തു. സൈബമോളെ സ്കൂളിൽ നിന്ന് നമ്മൾ പിടിച്ചു വെച്ച് കൊണ്ടുവന്നാണ് ഇങ്ങോട്ടേക്ക് അല്ലേ? എന്തേ പേപ്പർ ക്രാഫ്റ്റ് ചെയ്ത് 30 ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പൊ എന്തായാലും അതർ ബോണ്ട് മറക്കണ്ടോ. ഈ ടൈല് ഒട്ടിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആണ്. അതിൽ ഞാൻ പണിക്കാർ പറഞ്ഞ തന്നെ കേൾപ്പിച്ചു തന്നില്ല നിങ്ങൾക്ക്. അതായത് അതെ, വെറുതെ പറയല്ല, കിടിലൻ ഗമ്മാണ്. അപ്പൊ അതിന്റെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കേണ്ട, അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും
അടുത്ത എപ്പിസോഡിൽ കാണാം അല്ലേ? അതിരിക്കും ബൈ ബൈ. ബൈ ബൈ.